റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് 12 അടുപ്പിച്ചായിരിക്കും ഫുള്ള് കഴിഞ്ഞു. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡും ചെയ്തു. ഇപ്പം ഇനിയെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, എല്ലാം ചെക്ക് ചെയ്യുക, ചാർജ് തീരുമ്പോൾ ഫോൺ കൊണ്ട് ചാർജ് ഇടുക, പിന്നെ എങ്ങനെ ഇരുന്ന് കറങ്ങുക, അത്രയൊക്കെ തന്നെ. വേറെ പരിപാടി ഉണ്ട്. ഇന്ന് ചെക്ക് ചെയ്യേണ്ടതെല്ലാം 12:30 ആയപ്പോഴേ ഫുള്ള് സെറ്റാക്കി തീർന്നിട്ടുണ്ട്. ഇനി അതും കുഴപ്പമൊന്നുമില്ല. ഫോണിൻ്റെ ചാർജ് തീരാറായി. ചെന്ന് ഫോണും ചാർജ് ഇടുക. നല്ലതുണ്ടായി കഴിക്കണമെന്നുണ്ട്. പുറത്തിറങ്ങാൻ ഭയങ്കര മടി, ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് ഒരു 15 ആകുമ്പം പോകണം, എന്തായാലും പോകണം. ഫോൺ ചാർജ് ചെയ്യണം. അതുകൊണ്ട് ഫോൺ ചാർജ് ചെയ്തിട്ട് വെള്ളം ഉണ്ടായി കഴിക്കും. ഞാനൊരു പ്ലാൻ. തണുപ്പായതുകൊണ്ട് അസുഖം പിടിച്ച് കഴിഞ്ഞാൽ മെനക്കേടെ ആണ് വിഷയം. എനിക്ക് പോവായിരുന്നു. അസുഖം പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കണം ഒറ്റയ്ക്ക്. വന്ന് ഇനി ഫോൺ കൊണ്ട് ചാർജ് ഇടുക, മുട്ട ബോയിൽ ചെയ്ത് കഴിയുക. കുറച്ച് കണ്ട് ബോയിലൊക്കെ ചെയ്ത് അത്ര നേരം ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ചാർജ് ഇടുള്ളൂ. എന്നിട്ട് പോയി ഒരു റൗണ്ടും കൂടി അടിച്ചിട്ട് വന്നെടുക്കും ഫോൺ. മറ്റേ ഓറങ്ങണം. അതുകൊണ്ട് മുട്ട തിളപ്പിച്ചുകൊണ്ടിരുന്ന അകത്തിരുന്നതിൻ്റെ മുട്ട പൊട്ടി. ഇങ്ങനെ പതഞ്ഞ് പാല് പോലെയായി. അയ്യോ, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. ഇങ്ങനെ അത് പാലായി. ഒരെണ്ണം പോയി എന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, ചിലതൊക്കെ അങ്ങനെ തന്നെയല്ല. തന്നെ ഇരിക്കും. ഏകദേശം 5 മണി അടുപ്പിച്ച എല്ലായിട്ടൊന്നുമില്ല. എല്ലാം ക്ലോസ് ആയി തന്നെ. എല്ലാം 12 മണിയായപ്പോൾ തന്നെ എല്ലാം ഓവറായി. ഈ പണിയൊന്നുമില്ല. ഇതെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റും. ഭയങ്കര സൗണ്ടായിരിക്കും. കറഞ്ചാം. ഇനി പ്ലാന് 6 മണിയില്ല. 6:30 ഒന്ന് എല്ലാവരും റൗണ്ട് അടിച്ച് ലൈറ്റ് ഓഫ് ചെയ്യണം. 6:15 ഇനിയുണ്ട് 1.5 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി ലൈറ്റും കൂടി ഓഫ് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലായിടും കറങ്ങിപ്പോയിട്ടൊന്ന് തിരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇറങ്ങണം. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ടൈമായി പോവുക. പല്ല് കഴിക്കുക, ഡ്രസ്സ് കഴുകുക, നേരെ കിടന്നുറങ്ങുക. ഫുഡ് കഴിച്ചായിരുന്നു. കഴിച്ച സ്ഥിതിക്ക് പിന്നെ ഇനി വീണ്ടും കഴിക്കുന്ന റെഡിയല്ല, ശരിയല്ല. ഒരു നല്ല ഉറക്കം ഉറങ്ങണം. ഇന്ന് ഭയങ്കര പ്രകാശം, ആകാശം. ചെറിയൊരു വെറൈറ്റി ആകാശത്തൊരു പിങ്ക് ഷെയ്ഡ് പോലെ കൊള്ളാം. വ്യൂ പക്ഷേ നോർമലാണ്. ശകലം മഞ്ഞിൻ്റേതേ ഉള്ളൂ. പക്ഷേ തണുപ്പ് നല്ല തണുപ്പാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. പക്ഷെ ഒരു പിങ്ക് ഷെയ്ഡ് പ്ലസ് ബ്ലൂ. ഇനി പോയി പല്ല് കഴിക്കുക. ചെടിക്കൊന്നും വെള്ളം ഒഴിക്കണ്ട. ഒരു
ഒരു ഉറക്കം ഉറങ്ങി സുഖം. ഒന്നും ചെയ്യാൻ വയ്യായിട്ട് പോയി പല്ലി വെച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. രാത്രി ഫുള്ള് ഇങ്ങനെ കറക്കുമായിരുന്നു. പിന്നെ പുറത്ത് ഇറങ്ങി ചാർജിനിടാൻ പോയപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. നേരത്തെ ഉറങ്ങാൻ പോകണം. നല്ല ഉറക്കം പറഞ്ഞു. ഫുഡൊക്കെ നേരത്തെ കഴിച്ചുകൊണ്ട് തണുപ്പുമുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഇനി പോയി കിടക്കും, ഉറങ്ങി ഇനി നേരത്തെ എണീക്കണം. നമ്മുടെ ചെറിയ പരിപാടിയുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്. എണീറ്റേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് അങ്ങനെ എണീറ്റ് ഇന്ന് കഴിക്കാൻ പോകണം. ഉച്ചയ്ക്കുള്ള ഫുഡ് ഫുഡും കഴിച്ച് അയ്യോ വന്നിരിക്കുന്നു. ഇനി വീട്ടിലും വിളിക്കണം. നേരത്തെ കിടന്നുറങ്ങിയില്ല, ഇനി വീട്ടിലും വിളിക്കണം. എല്ലാം സെറ്റാക്കി എടുത്തിരിക്കണം. അയ്യോ, ചെറിയൊരു ഉറക്കത്തിൻ്റെ ഇതും കൂടി ഉണ്ട്. അത് പിന്നെ കുഴപ്പമില്ല. വീട്ടിലും വിളിച്ചിട്ട് ചുമ്മാ ഇരിക്കാം കുറച്ച് നേരം. ചെടിക്ക് വെള്ളം ഒഴിക്കണം, പിന്നെ ഒഴിക്കാം. 12 അടുപ്പിച്ച കൈതകൾ കഴിഞ്ഞിട്ട് ചെടിക്ക് വെള്ളം ഒഴിക്കാണ്ട് പിന്നെ മറ്റേ ഒമാനി ഓപ്പറേറ്റർ ഇപ്പോഴായിട്ട് എന്തോ പോയേ ഉള്ളൂ പുള്ളി. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പമ്പ് റൂമിൽ. അവിടെ ചെന്നിരിക്കുകയായിരുന്നു കുറച്ച് നേരം ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടി. 3-4 കളിയും കളിച്ചിട്ട് ഇങ്ങനെ വന്നു. അവിടെ തന്നെ ഏറ്റവും നല്ല സ്പീഡുള്ളൂ. പിന്നെ ഇവിടെ ഉണങ്ങുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞിട്ട് ഒഴുകി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ച് തേയില ഉണ്ടാക്കി കുടിക്കാൻ വേണം. തണുത്തിരിക്കണം തേയില. എല്ലാം ഉണങ്ങി ചുക്കായിട്ടിരിക്കും. ഇനി പോയി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. അത് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. അവിടെ കൂടുതൽ ഒഴിച്ചു വിടണം. ഒഴിച്ചിരുന്നു. എന്നിട്ട് അത് ഒഴിച്ചത് ഇതായിപ്പോയി, ആവിയായിപ്പോയി. ഇനി ആവശ്യമുണ്ടെങ്കിൽ വൈകുന്നേരം ഒഴിക്കാം. ഉണങ്ങിയത് ചെറുതായിട്ട് അപ്പോൾ സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. ഇത്രയും ചെയ്യണ്ട. ഇവിടെ കൂടുതൽ ഒഴിച്ചു വിടണം. അന്നൊന്ന് റെഡിയാക്കേണ്ടത്. റെഡിയാക്കി ഇതിലേക്ക് ഒരു ഗ്ലാസ്സിലാക്കുക. ഇപ്പം കുളിച്ചിട്ട് വെയിലത്ത് നിൽക്കേണ്ട ഒരു പ്ലാൻ. തുണിയെല്ലാം എടുത്തിട്ട് കുളിച്ച് വെയിലത്ത് നിൽക്കണം. ഇനി കുളിച്ചില്ലെങ്കിൽ കുറേ ദിവസമായില്ലേ കുളിച്ചിട്ട് വെയിലത്തൊന്ന് നിൽക്കണം. അതെന്നാ പ്ലാൻ. 4:30 എങ്ങനെ അടിപൊളിയല്ലേ? This is view, man. കഴിഞ്ഞ് സെറ്റായി. ചെടിക്കും ഫുള്ള് വെള്ളം ഒഴിച്ച് വീണ്ടും രണ്ടാമതൊന്നും കൂടി ഒഴിച്ച്. അത് ആ സമയത്തായപ്പോൾ പിന്നെ വരണ്ടു പോയി. ഈ സമയമായപ്പോൾ അപ്പോൾ ഇപ്പം ചെടിക്കും വെള്ളം ഒഴിച്ച് അവിടെ കുറച്ച് വൃത്തിയാക്കുകയും ചെയ്തു. കണ്ടോ, ഇവിടുത്തെ കുറച്ച് കല്ലൊക്കെ എടുത്ത് മാറ്റി. ഇനിയും ഉണ്ട്, ക്ഷാലം കൂടി ഉണ്ടത്. ഞാൻ കൂട്ടി വെച്ചത് ചെളിയായിരുന്നു. ഇപ്പോൾ വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചത്. ഇനി ഇവിടത്തേക്കുണ്ട്. അത് ഓരോ ദിവസം കഴിയും തോറും കല്ലും കൂടി ഫുള്ളെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച്. പയ്യെ ഒറ്റയടിയിലൊന്നും പറ്റൂല, ഭയങ്കര പാട്. ഇനി ഫുള്ളൊന്ന് കയ്യിൽ നഖമൊക്കെ വെട്ടിക്കളഞ്ഞ്. കുറേ നാളുമായി കുളിച്ചിട്ട്. 2, 3, 4, 5 ദിവസമായി കുളിച്ചിട്ട്. ഇനി ഡ്യൂട്ടി കയറാൻ സമയമുണ്ട്. കുറച്ച് നേരം കൂടി ഉണ്ട്. 1.5 മണിക്കൂർ അടുപ്പിച്ച് ഇനിയും ഉണ്ട്.
നേരെ ഡ്യൂട്ടി കയറണം. വേറെ അവിടെ പോയി ചെക്ക് ചെയ്യുക. ഒരു സൈറ്റിൻ്റെ കോള് വരാറുണ്ട്. ബാക്കി ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക, അത്ര തന്നെ. കറക്റ്റ് തന്നെയാണ്. നമ്മളിത് ഒരെണ്ണം ചെന്ന് കുറയ്ക്കാറുണ്ട്. അതിനി ഇപ്പോൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. 9 മണിക്ക് കഴിഞ്ഞ് കുറച്ച് മതി. ഫോട്ടോ എടുക്കാൻ നേരത്തെ കുറച്ച് മതി. പക്ഷേ അത് അഡ്ജസ്റ്റ് ചെയ്യണം. സമയത്ത് അങ്ങനെ ലെവൽ നോക്കിയിട്ട് അതനുസരിച്ച് ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ 12 മണി ചെയ്താൽ മതിയെങ്കിൽ 12 മണിക്ക് ചെയ്യും. ഞാൻ റൗണ്ടും കൂടി അടിക്കാൻ പോകണം. അത് റീഡിങ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് അതിനുശേഷം വെയിറ്റ് ചെയ്ത് നോക്കുക. കോൾ പറഞ്ഞാൽ കോൾ എടുക്കുക, അത്ര തന്നെ. 9:10 20 ഫോട്ടോ എടുത്ത് ഇനി അടുത്ത ഏകദേശം 10:30 11 റൗണ്ട് അടിക്കാൻ പോകണം. അത് ചേഞ്ച് ചെയ്യാറുണ്ട്. അത് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. 11:30 12 ഇൻലെറ്റ് ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മളെ ഇവിടുത്തത് കമ്പ്യൂട്ടർ ചെയ്യാം. ഒരെണ്ണം ഉള്ളത് മാനുവലി താഴെ ഇറങ്ങി തന്നെ ചെയ്യണം. അത് എടുക്കാനും പറ്റില്ല ഇരുട്ട് ഈ സമയത്ത്. അത് രാവിലെ ഉള്ള ഡ്യൂട്ടി ഷിഫ്റ്റ്. അടുത്ത മാസം ഡ്യൂട്ടി ഷിഫ്റ്റാണ് രാവിലെ. അപ്പോൾ ആ വണ്ണകത്തുറങ്ങിയതുള്ളത് കാണിച്ചു തരാം. ഇരുട്ട് ഇപ്പം കാണാൻ പറ്റില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.